ഹായ്, നമ്മൾ ഇന്ന് മാങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ള അടിപൊളി മാങ്ങ അച്ചാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒട്ടും വൈകാതെ മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുതിയ ആളാണല്ലേ എങ്കിൽ ദാണ്ട് ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് വന്നല്ലോ, അതുകൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു. ഞാനിവിടെ അച്ചാറിടാനായിട്ട് ഒരു മീഡിയം സൈസ് 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് തന്നെ ഉലുവായി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, അല്ലാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. ഇത് നമുക്കിനി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇതൊന്ന് ജസ്റ്റ് ചൂടാവട്ടെ. ഇത് മൂക്കുന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കരിഞ്ഞു പോകരുത് കേട്ടോ, കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാം. ഇത് കടുകും 1/2 സ്പൂണ് കടുകും ഉലുവായും കൂടെ വറുത്ത് പൊടിച്ചാണ്. ഞാൻ മുമ്പേ നിങ്ങളെ കാണിച്ചു തന്നില്ലേ, അത് പൊടിച്ചതാണ്. അതിട്ട് കൊടുക്കുക. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇടണം കേട്ടോ, ഒരുപാട് ഇടണ്ട. എന്നാലും അച്ചാറിനൊക്കെ കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണം, എന്നാൽ മാത്രമേ അച്ചാർ കേടാകാതെ ഇരിക്കുകയുള്ളൂ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പറ്റുവാണെങ്കിൽ 1 മണിക്കൂർ വരെയൊക്കെ ഇതിങ്ങനെ തന്നെ വയ്ക്കണം. എന്നിട്ട് അച്ചാർ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. അതല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും ഇങ്ങനെ മാറ്റി വയ്ക്കുക. അതിനുശേഷം അച്ചാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കാം. ഞാൻ കായ കട്ടയാണ് ഇട്ടേക്കുന്നത്. ഇതും മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതും ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, ഇത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പ് എടുത്ത ചീനിച്ചട്ടി തന്നെ എടുത്തിരിക്കുന്നത്. ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ചേറെ വേണം കേട്ടോ. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ മുന്നിൽ നിന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. ഞാൻ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊട്ടട്ടെ. കടുക് ഉലുവയും പൊട്ടുന്ന സമയത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 കുടം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നടുവേ ഒന്ന് മുറിച്ചതാണ്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്താണ്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവട്ടെ. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മുമ്പേ പൊടിച്ച് വെച്ചിരുന്ന കായം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കാണിച്ച ആ ഒരു സൈസ് കായം പൊടിച്ചാണിത്.
കായമൊക്കെ ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് അച്ചാറിന് അതിൻ്റേതായ ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്, മതി. ഇനി ഒരുപാട് ഇട്ട് ഇളക്കണ്ട, അന്നേരം കരിഞ്ഞു പോകും. ഇനി നമ്മൾക്കൊരു 1/4 സ്പൂണ് കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. തീ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കണേ. ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് എരിവാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇവിടെ കുറച്ച് എരിവുള്ള അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഇട്ടേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ചാറായിട്ടാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു കുറച്ചൊരു ചാറിൻ്റെ കൺസിസ്റ്റൻസി കിട്ടും. ഒത്തിരി കുറുകിയാണ് വേണ്ടതെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട. എനിക്ക് ചാറായിട്ട് വേണ്ടതുകൊണ്ട് ഞാനൊരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അച്ചാറിന് ഇച്ചിരി ഗ്രേവി വേണം, അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം 1/4 ഗ്ലാസ് മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവേ. തിളച്ചിട്ടുണ്ട്. ഇനി തീ സിമ്മിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയിൽ നിന്ന് ഉപ്പൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കുന്നതൊക്കെ മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണം കേട്ടോ. ആദ്യമേ വിനാഗിരി ഒരുപാട് ഒഴിക്കേണ്ട. ഈ സമയത്ത് പുളി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിലും വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വിനാഗിരിയൊക്കെ ചേർക്കുന്ന അഴുക്ക്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇച്ചിരി ഗ്രേവി കിട്ടുകയും ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊരു ചെറിയ തീ കിടന്ന് ഒരു മിനിറ്റ് ഞാനൊന്ന് ഇതെടുക്കും കേട്ടോ. എനിക്ക് കറക്റ്റ് പച്ച കടിക്കുന്ന ഇവിടെ അത്ര ഇഷ്ടമല്ല. ചിലർക്ക് പച്ചക്ക് എടുക്കുന്ന ഇഷ്ടം. അങ്ങനെയുള്ളവർ ഈ ഒരു സമയത്ത് സിം ഓഫ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് അടുത്തേക്ക് കിടന്നിട്ടുള്ള പരുവാണ് ഇഷ്ടം. അതുകൊണ്ട് ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പുളി നോക്കുക. പുളി കുറവാണ്. പുളിയൊക്കെ ഇറങ്ങാൻ സമയം പിടിക്കും. എന്നാലും മാങ്ങ കടിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. പുളി കുറവാണെങ്കിൽ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദേ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എരിവുണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്, എല്ലാ ആവശ്യത്തിനും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ കാണും വരെ താങ്ക് യു. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.